വെൽക്കം ബാക്ക് മച്ചാമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ തന്നെ 100 കോയിൻ വീണ്ടും ഇടാൻ പോവാണ്. വേറൊരു ട്രിക്കാണ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു തരത്തിലുള്ള ട്രിക്കാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മച്ചാമാരെ. ഇപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ റോട്ട് 8K 10K ആക്കണം. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക മച്ചാമാരെ. അതേപോലെ തന്നെ നമ്മുടെ വ്ളോഗിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഓൾറെഡി. ഞാൻ എന്താ പറയുക, നമ്മുടെ വ്ളോഗ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മച്ചാമാരെ. പുതിയ ചാനലാണ്, നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ള. അപ്പോൾ ഷോർട്ട് ഡെയിലി വരുന്നുണ്ട്. ലോങ് നമ്മൾ നല്ല ഇതിനനുസരിച്ച് അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ഇനി വരാൻ പോകുന്നത് വെച്ചാൽ ഈ വ്യാഴാഴ്ച 20-ാം തീയതി ആയിരിക്കും നമ്മുടെ അപ്ഡേറ്റ്. കാരണം ഇന്നലെ ഒരു മെസ്സേജ് വന്നായിരുന്നു മൈനർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ്. വീണ്ടും ഇനി എന്തായാലും കൊറേ ചതിക്കാൻ നിൽക്കൂല ഗൈസ്, കാരണം അടുത്ത ആഴ്ചയല്ലേ നമ്മുടെ ഇതുള്ളേ മച്ചാമാരെ. അപ്പം ഞാൻ ആദ്യം സെറ്റ് ചെയ്തിരിക്കുക വെച്ചാൽ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം സെറ്റ് ചെയ്തിരിക്കുക വെച്ചാൽ നമ്മുടെ 3 പൊസിഷൻ റിലീസായി കളിച്ചിട്ടുണ്ട്. 4-3-1-2 ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഫോർമേഷൻ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീം ഏത് വേണമെങ്കിൽ ഇടാം. പിന്നെ മാനേജർ ഞാൻ ദശാംശമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്റ്റോവാൽബിനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ മച്ചാവരെ, അപ്പം ഞാൻ എന്തായാലും റേറ്റഡ് കുറവായിട്ടുള്ള പ്ലേയേഴ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അതിന് ശേഷം എന്ന് വെച്ചാൽ 200 കോയിനാണല്ലോ, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഉറപ്പായിട്ട് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ മച്ചാവരെ. അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാക്ക് അങ്ങനെ എടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കാറ്റഗറി എടുക്കുകയാണ്. സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കാട്ടോ ഗൈസ്. ഇതേപോലെ നിങ്ങൾ ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തരത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഗൈസ് മെല്ലെ ആട്ടോ ഞാനിത് ചെയ്യുന്നത്, കാരണം ഈ ഒരു പ്ലെയറിനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ മെല്ലെ നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കുകയാണ്. അതിനിടയ്ക്ക് ഗൈസ് ഇവിടെ നിങ്ങൾക്ക് അറിയാം, നോക്കി കഴിഞ്ഞാൽ മേളിലൊരു സംഭവം കണ്ടോ, പ്ലെയറിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ ഒരു പ്ലസ് ചിഹ്നം, പ്ലസ് അല്ല ഒരു ഇൻസ്ട്രക്ഷൻ ചിഹ്നം, അതൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കട്ടെ. കാരണം പ്രോബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്. എബിലിറ്റി ആണെങ്കിൽ അങ്ങനെ ചെയ്യുക, എബിലിറ്റി എല്ലാം നോക്കിയോ, ജസ്റ്റ് നോക്കുക, നമുക്ക് ഈ പ്ലെയറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അതിനുശേഷം എഫക്റ്റ് ആൻഡ് കണ്ടീഷനും ഡീറ്റെയിൽസും ഉണ്ട്. എഫക്റ്റ് ആൻഡ് കണ്ടീഷനൊക്കെ നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കുക. അതിനുശേഷം വീണ്ടും ഞാൻ പ്ലെയർ സ്കില്ലൊക്കെ നോക്കുകയാണ്. കാരണം കുറച്ച് ഈ ഒരു ട്രിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കെനവേരനെ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ് പക്ഷേ. അപ്പം ഞാനെന്താ പറയുക, ഇതിനുശേഷം ചെറുതായിട്ട് ജലദോഷം പിടിച്ചു, അതാണ് സൗണ്ടിന് വ്യത്യാസം വരുന്നത് ഗൈസ്. അപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, കെനവേരയാണ് ഞാൻ ആദ്യം എടുത്തത്. അതിനുശേഷം നമ്മുടെ ചെല്ലിനെ എടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയതിനുണ്ട്, ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏത് പ്ലെയറെ കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. പക്ഷേ ഞാൻ അതേപോലെ തന്നെ ചെല്ലിനെ ട്രൈ ചെയ്യണം. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് 100-200 നിങ്ങൾ ഇട്ടാൽ മതി. ഇതിൽ കൂടെ കോയിടണ്ട. ഓക്കെ, നല്ലൊരു പാക്കാണ്. കാരണം കുറെ പേര് പറഞ്ഞായിരുന്നു കെന്നവേര അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ അതിനുശേഷം ഞാൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കുക കേട്ടോ. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. 2 പ്രാവശ്യം എടുത്തും എല്ലാം ചെയ്താലും മതി ഗൈസ്. അതിനുശേഷം എൻ്റെ ഒരു ലിസറാസ് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ കുറെ ആയിട്ട് ഇപ്പം ഇറക്കാറില്ല. കാരണം നമുക്ക് എന്താ പറയുക, ഇന്നലത്തെ ഒരു ഡിവിഷൻ മാച്ചിൽ ഞാൻ ഇറക്കിയായിരുന്നു ലൈവില്. ഡിവിഷൻ മാച്ച് അല്ല, 1vs1 പക്ഷേ അപ്പം അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾക്ക് എന്താ പറയുക തൊട്ടടിയിൽ വരെ പോയിട്ട് ഞാനെന്താ വെച്ചാൽ നമ്മുടെ RB പ്ലെയറില്ലോ, RB പ്ലെയറിനെ ജസ്റ്റ് എടുക്കുക കേട്ടോ ഗൈസ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് RBനാണ് എടുക്കുന്നത്, കാരണം ലിസറാസോലേക്ക് വരാൻ വേണ്ടി. അതിനുശേഷം ഗൈസ് ഞാൻ LB എടുത്ത് 2 പ്രാവശ്യം വീണ്ടും എടുത്ത് 3-ാമത്തെ പ്രാവശ്യം എടുത്തു. എടുക്കുക, ഇറക്കുക കേട്ടോ, എടുക്കുക, കളയുക, അങ്ങനെയാണ് ഗൈസ്. അതിനുശേഷം നമ്മുടെ വില്യം പാച്ചോ എന്ന് പറഞ്ഞൊരു പ്ലെയറിന്റെ CB ആണ്. അത് ഞാൻ കെനവേരയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ GK എടുത്തിട്ടുണ്ട്, ലിസറാസോനെ എടുത്തു ഗൈസ്. അതെന്താ വെച്ചാൽ ഈ ഒരു പാക്ക് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഗൈസ്. എന്തായാലും നിങ്ങൾ 100-200 ഇട്ടാൽ മതി. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. 100-200 മാത്രം ഇട്ടാൽ മതി കേട്ടോ ഗൈസ്. അതിനുശേഷം ചെല്ലിനെ എടുത്തു. കാരണം നിങ്ങൾ അധികം കോയിനൊന്നും ഇടല്ലേ, ഒരു 2000 കോയിനൊന്നും ഇടരുത്. കാരണം വേറെ ഒന്നും ഇടില്ല, 100-200 ഇട്ടാൽ മതി. കാരണം ഗൈസ് നമുക്ക് അടുത്ത ദിവസം മാൾഡീനിയൊക്കെ വരുന്നതാണ്. അപ്പം അതിൻ്റെയൊക്കെ ട്രിക്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നില്ല. ഇന്നലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറേ പേർക്ക് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വേറൊരു ട്രിക്കാണ്. പക്ഷേ നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് 100-200 മാത്രം ഇട്ടാൽ മതി. അതിൽ കൂടുതൽ കോയിൻ ഇടണ്ട കേട്ടോ മച്ചാമാരെ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ എന്താ വെച്ചാൽ പ്രോബിലിറ്റി കൂടിയാലും ഓരോ ഇതിനനുസരിച്ചിരിക്കും ചെല്ലിനി മച്ചാമാരെ. ഇതേപോലെ നിങ്ങൾ ട്രൈ നോക്കട്ടെ. എൻ്റെ 200 കോയിനാണ് ആകെയല്ല, കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം മോറിൻഹോനെ മേടിച്ചു. കാരണം സത്യം പറഞ്ഞാൽ മോറിൻഹോനെ മേടിച്ചത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ട് ഗൈസ്. കാരണം എന്താ പറയുക, റാങ്കിലുള്ള പ്ലേയേഴ്സൊക്കെ ലോങ് ബോൾ കൗണ്ടർ യൂസ് ചെയ്തത്, പക്ഷെ അവരൊക്കെ ദശാംശം യൂസ് ചെയ്യുന്നത് കൂടുതലും. പക്ഷെ അവരപ്പോൾ എന്തായാലും ഇത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആദ്യത്തെ വട്ടം ഞാൻ എന്തായാലും 100 വെച്ച് ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു, 3 ക്യാൻസൽ ചെയ്തു, 4 ക്യാൻസൽ ചെയ്തു, 5 ക്യാൻസൽ ചെയ്തു, 6 ഞാൻ ക്യാൻസൽ ചെയ്തു. 7ാമത്തെ ട്രൈ ഞാൻ 100 കൊടുക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇറ്റ്സ് എപ്പിക് ഓർ നോട്ട് എന്ന് ഗൈസ്. അപ്പം നോക്കുകയാണെങ്കിൽ ഗൈസ് എപ്പിക് ചതിച്ച് കൊനാമി എന്നെ ഒന്ന് പറ്റിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ 100 കോയിൻ പോയിരിക്കുകയാണ്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ ഉറപ്പായിട്ടും
ട്രൈ ചെയ്തൊക്കെ. കാരണം വേറെ ഒന്നുമല്ല മച്ചാമാരെ, എനിക്ക് കിട്ടിയില്ലെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇന്നലെ അവിടെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെയാണ് കിട്ടിയത്. ഇന്നലത്തെ ട്രിക്കിൽ 2-3 പേർക്ക് കെനവേരെയും ചെലിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല.